ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാനും വിഷ്ണു ചേട്ടൻ പിന്നെ നമ്മൾ രണ്ട് ഫ്രണ്ട്സ് അമലും മിന്നും വിഷ്ണുവും ദിവ്യയും മോനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആറ്റുകാൽ അമ്പലത്തിൽ പോയതാണ്. ഒരു ദിവസം രാത്രി 10 മണിക്ക്. അപ്പോൾ അന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞെത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ബൈക്കിൽ, കാരണം കാറിലൊക്കെ പോയാൽ വണ്ടി അങ്ങോട്ടൊന്നും വിടത്തില്ല, ഒത്തിരി ദൂരം നടക്കേണ്ടി വരും. കാറിലായിട്ടുകൂടി ഞങ്ങൾക്ക് ഒരുപാട് നേരം ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ വിളക്ക് കെട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ആ ദിവസം. അപ്പോൾ അത് ഏകദേശം ആ ബണ്ട് റോഡിൻ്റെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ നന്നായിട്ട് അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായപ്പം ലൈറ്റായി കാണാനും ഞങ്ങൾക്ക് രാത്രി ഒരു റൈഡും ഒരു ഉത്സവ വൈബല്ലായിരുന്നു. അങ്ങനെ അത് കാണാനായിട്ട് പോയതാണ്. അമ്പലത്തിൽ തൊഴാനായിട്ട് ഞാനും സന്ധ്യാമ്മയും കൂടി ഒരു ദിവസം രാവിലെ പോയിരുന്നു. ഞങ്ങൾ രാവിലെ പോയി അന്ന് അവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചു, നന്നായിട്ട് തൊഴുതു. ഉത്സവം തുടങ്ങി 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ പോയത്. പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ നന്നായിട്ട് എനിക്കും സന്ധ്യാമ്മയ്ക്കൊക്കെ നന്നായിട്ട് തൊഴാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് തിരക്കോ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. തുടങ്ങി കുറച്ച് ദിവസം നമ്മൾ അത് രാവിലെ എത്തിയത്. തൊഴുതു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയതെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ രാത്രി പോയപ്പം ഞങ്ങൾ തൊഴാൻ കയറിയില്ല. പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കുകയും ലൈറ്റ് കാണുകയും പിന്നെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു 3 സ്റ്റേജിലായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. ഗാനമേള, പിന്നെ നൃത്തം, ക്ലാസിക്കൽ ഡാൻസ്, അതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം. അങ്ങനെ 3 സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിൽ 3 വെറൈറ്റി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അത് കണ്ടു നിന്നു. പിന്നെ അവിടേക്ക് ഒന്ന് കറങ്ങി നടന്ന ലൈറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചു. പിന്നെ പോയ വഴിക്ക് ഒരുപാട് വിളക്കിട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് കിള്ളിപ്പാലം തൊട്ടേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്പലത്തിനകത്ത്. ഞങ്ങൾക്ക് ഇറങ്ങിയ ശേഷമാണ് ഓരോ വിളക്കെട്ടും അമ്പലത്തിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഒരു പ്രദക്ഷിണം വയ്ക്കുമായിരുന്നു. അതിന് മുന്നേ അതെല്ലാം പുറത്ത് ഇങ്ങനെ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം തിരക്ക് അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ദർശനത്തിന് ആൾക്കാർ കഴിഞ്ഞിട്ടായിരിക്കും അത് ഞാൻ അങ്ങോട്ട് അകത്തേക്ക് കയറ്റിയത്. പിന്നെ ഇത് ബാൻഡ് ഓരോ വിളക്കെട്ടിൻ്റെ കൂടെയും ബാൻഡ് മേളവും പിന്നെ ചെണ്ടക്കാർ, പിന്നെ അവരുടെ തന്നെ ഇത് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ നടന്ന് തന്നെ ഒപ്പം നടന്നു. ഇത് ഞങ്ങൾ അവിടെ പോയിരുന്ന് പ്രോഗ്രാം കണ്ടതാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ദിവ്യയും വിഷ്ണുവും കൂടെ അമ്പലത്തിനകത്ത് തൊഴാനായിട്ട് അവിടെ നിന്ന് കയറി. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒരു ദിവസം വന്നതുകൊണ്ട് പിന്നെ ഞാനങ്ങ് അകത്ത് കയറാൻ പറ്റില്ല. ഒത്തിരി തിരക്കും ചിലപ്പം നിൽക്കേണ്ടി വന്നാലോ. അതുപോലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ അകത്തോട്ടങ്ങ് കയറിയില്ല. അതൊക്കെ കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവർക്ക് തൊഴുതിട്ട് ഇറങ്ങാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഞങ്ങൾ അതുവരെ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ എനിക്ക് വിഷ്ണു ചേട്ടൻ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തുന്ന കുറച്ച് വീഡിയോസാണ്. തിരക്കുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ വീഡിയോസ് എടുക്കാൻ ബാക്കിയുള്ളവർക്കും ചില ബുദ്ധിമുട്ടായാലോ. അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഇതൊക്കെ എനിക്ക് വിഷ്ണു ചേട്ടൻ ഇടയ്ക്ക് അവിടെയൊക്കെ അതിനകത്തൊരു പ്രോഗ്രാം നടക്കുക, മറ്റേ നാടൻ പാട്ടുകളുടെ പ്രോഗ്രാം എന്താണെന്ന് സത്യം കണ്ടില്ല. പ്രോഗ്രാം പാട്ടൊക്കെ കേട്ടോ, ഒരു നല്ല പാട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിവിടെ നിന്നൊക്കെ തിരിച്ച് വന്ന വഴിക്ക് പാപ്പനങ്ങോട് കുട്ടിക്കട്ടലിനെ കയറി ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച്. അപ്പോൾ അത് 2 മണി ഏകദേശമായി അടുപ്പിച്ച് 1:45 കഴിഞ്ഞാൽ അതൊക്കെ. പിന്നെ ഞങ്ങളിപ്പോൾ വീട്ടിൽ പൊങ്കാല ഇട്ടില്ല. എൻ്റെ അമ്മ വീട്ടിലാണ് പൊങ്കാല ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസ് ഞാൻ കുറച്ച് ആഡ് ചെയ്തു. വീഡിയോസ് ഇട്ടൊന്നും എടുത്തിട്ടില്ല. അമ്മ പൊങ്കാല ഇടുന്നൊരു വീഡിയോ. അങ്ങനെ എല്ലാം പൊങ്കാലയൊക്കെ സമാപിച്ചു. എല്ലാം നന്നായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നു. ബൈ.